என்னம்மா சிரிக்கிறீங்க? ഒന്നും ഇല്ല. ஒண்ணும் இல்லைன்னா நம்ம கவனமா இருக்கணும். அம்மா என்னம்மா சொல்லுங்களேன். അതെ, നമ്മുടെ കുടുംബത്തിൽ നിന്നേ ഒരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കടിപിടി കൂടുവാണെന്നേ. നമ്മുടെ ലച്ചുവിനെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ആലോചിച്ചായിരുന്നു, കെട്ടിച്ചു കൊടുത്തില്ലല്ലോ. അതിൻ്റെ നീരസം ചിലർക്കൊക്കെ ഇപ്പോഴും ഉണ്ടെന്നേ. അതിൻ്റെ പേര് ചിലരൊന്നും മിണ്ടത്ത് പോലുമില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ശിവാനിയെ തന്നെ കുടുംബത്തിൽ നിന്ന് ആലോചിച്ചല്ലോ. നമ്മുടെ സീതയുടെ വീട്ടിൽ നിന്ന് ആലോചന വന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുമല്ലയോ, പഠിത്തമൊക്കെ കഴിയട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം ആലോചിക്കാമെന്ന്. എന്താ ഓ, റാങ്കുകാരൻ വന്നല്ലോ. ഇയാൾക്കും വല്ല ഡിമാൻഡൊക്കെ ആയി പോയി. അത് പിന്നെ നമുക്കല്ലേലും എവിടെ പോയാലും ഡിമാൻഡ് അല്ലേ അമ്മൂമ്മ. സംഭവം എന്ത്? എടാ, നമ്മുടെ മധു വിളിച്ചായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. വിളിച്ച് കുറെ നേരം സംസാരിച്ചു. മധു? ആ, ഏത് മധു? എടാ, പാഴൂർ അമ്പലത്തിന്റെ അപ്പുറത്തുള്ള മധു ഇല്ലേ? ഓ, ഫുഡ് കോർപ്പറേഷന് ജോലിയുള്ള മധു. മറ്റേ നീലക്കാറുള്ളത്. അവിടെ അമ്മൂമ്മ ഇടക്കിടയ്ക്ക് പറയുന്ന പോലെ അടുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത പിച്ചിക്കൈ. അങ്ങനൊന്നുമില്ല, അർദ്ധ കൈക്ക് ഉപ്പൊക്കെ തേക്കും. അവൻ ആവശ്യമില്ലാതെ കാശ് ചെലവാക്കത്തില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി ശരി ശരി, നല്ല കാര്യം. ഇപ്പൊ എന്തിനാണ് മധു വിളിച്ചത്? அது எனக்கு தெரியுமே, ஒரு கல்யாண விஷயம் சொல்றதுக்கு. കല്യാണ വിഷയം പറയാനാടാ? അച്ചടാ, ഞാൻ കേട്ടായിരുന്നു ശിവയുടെ കാര്യമൊക്കെ പറയണത്. എന്റെ പൊന്നമ്മൂമ്മ, ആ കൊച്ചു നേരത്തെ പറഞ്ഞാണ് മിനിമം ഒരു 4 കൊല്ലമെങ്കിലും കഴിയാതെ കല്യാണത്തിന്റെ കാര്യം പോലും മിണ്ടിക്കൊണ്ട് ആ ഏരിയയിലോട്ട് ചെല്ലുന്നത്. എടാ, ശിവയുടെ കാര്യം അല്ല, പിന്നെ പാറുവാ. അതാ ലച്ചേച്ചിയെ പിന്നെ കെട്ടിക്കാൻ പോണാ? എടാ, അതൊന്നും അല്ല. പിന്നെ മധുവിന്റെ മോളില്ലയോ, ആ മധുവിന്റെ മോളുണ്ടായിരുന്നോ? ആ, ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുവാടാ, 3ാം വർഷം. ഓക്കെ, നല്ല കാര്യം. നിനക്ക് റാങ്ക് കിട്ടിയ കാര്യമൊക്കെ അവരറിഞ്ഞു. അറിയണമല്ലോ, അറിയാനാണല്ലോ അവിടെ പാഴൂർ 5-6 ഫ്ലെക്സ് നമ്മൾ കൊണ്ടുപോയി വെച്ചത്. എന്നിട്ട് ഇപ്പം അവർക്ക് നിന്റെ പ്രായം എത്രാന്നൊക്കെ ഒന്നറിയണം. പറഞ്ഞു കൊടുക്കണം. കൊടുക്കില്ലായിരുന്നോ? ആ, ഞാൻ പറഞ്ഞു. നിനക്ക് 10-24 വയസ്സായെന്ന് ഞാനങ്ങ് പറഞ്ഞു. 24 வயசா? நம்ம கேஸுக்கு அவ்வளோக்கெல்லாம் ஆகலம்மா. അതിപ്പോ 2-3 വർഷം കഴിയുമ്പോ ആവത്തില്ലയോ? 2-3 വർഷം കഴിയുമ്പോ ആവും. ഓക്കെ. എടാ, ആ കൊച്ചിനെ കാണാൻ എന്തൊരു ഭംഗിയാന്നറിയാവോ? അതിന് ആ കൊച്ചിന് എത്രയോ വലിയ വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന വരുന്നറിയാവോ നിനക്ക്? ആലോചന വരണത് കാണാൻ ഭംഗി, ആലോചന. ശരി ശരി ശരി, വളഞ്ഞു ചുറ്റി എങ്ങോട്ടാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അമ്മൂമ്മ. എടാ, ആ മധുവിന്റെ ഭാര്യയെ ഞാനും കൂടെ ഭയങ്കര അടുപ്പമാടാ. അതിന് എടാ, ഞാനിങ്ങനെ ആലോചിച്ചപ്പം ആലോചിക്കല്ലേ, ആലോചിക്കേ ചെയ്യണ്ട. ഞാൻ പൊന്നമ്മൂമ്മ, അമ്മൂമ്മ എന്തിനാണ് ശൈശ വിവാഹം നടത്താൻ പോണാ? ഞാൻ ജീവിച്ച് പൊക്കോട്ട്. അതിന് മുമ്പേ എടാ, എന്തോ നാടാ ഇത്? നീ പടവലത്ത് പോകുമ്പോഴേ തഞ്ചത്തി 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 ഞാൻ ഇപ്പൊ വരാം. നീ ഇതെവിടെ പോവാ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലടാ. തഞ്ചത്തിലേ മധുവിന്റെ വീട്ടിൽ പോയിട്ട് മധുവിന്റെ സുന്ദരിയായ മോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലടാ, നീ കേട്ടിട്ട് പോ. ഞാൻ പോയി. നീ ചിരിക്കുന്നേ? എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. പറയടാ. ഓ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കണ്. കാര്യം പറ. ഓ, ഫ്രീ ആണ്. കല്യാണോ? ആരാടാ? കുഞ്ഞമ്മയുടെ മോളുടെ? ആ, ശരി. എവിടെ വെച്ച്? വൈക്കോ? ലോങ് 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 ടു ലോങ് മൈ ബൈ. ഭയങ്കര ദൂരടാ. എന്നൊക്കെ പോണാ? പ്രത്യേകിച്ച് നമുക്ക് അറിയാത്തൊരാള്. നിന്റെ കുഞ്ഞമ്മയുടെ മോളെന്ന് പറഞ്ഞാലും അല്ല, അങ്ങനെയല്ലേ, ഞാൻ ചുമ്മാ ഇതിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ പോവല്ലോ. വലിയ മാറ്റമൊന്നുമില്ല. ശരിടാ, അപ്പൊ പോയേക്കാം. നീ വിളി. ഇവന്റെ കാര്യം എന്താ ഈ ഫ്രണ്ട് വിളിച്ചത്? അവന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം വൈക്കത്ത് വെച്ചാണ് കല്യാണം. ഞാൻ ചോദിച്ചേ, ഇതിപ്പം ഇത്രയും ദൂരമുള്ളൊരു കല്യാണമാണല്ലോ, മാത്രമല്ല എനിക്ക് എവരെ അങ്ങോട്ട് നേരിട്ട് കണ്ട് പരിചയമില്ല. അപ്പൊ അവൻ പറയാണ്, നീ എന്താ വലിയ ഡിമാൻഡ് അടിക്കണ്, അല്ലെങ്കിൽ വഴി കൂടെ പോണ എല്ലാ കല്യാണത്തിനും കയറി ചെന്ന് സദ്യ കഴിക്കണമല്ലേ എന്ന്.
അത് കറക്റ്റ് അല്ലേ ആ ചേട്ടൻ പറഞ്ഞേ? പണ്ട് ചേട്ടൻ വിളിക്കാത്ത കല്യാണത്തിന് എല്ലാം പോവായിരുന്നല്ലേ? ആ അതാണ് പണ്ട്, ഇപ്പല്ല. പണ്ടല്ല ഇപ്പോഴും. അളിയാ അളിയോ കല്യാണാലോചനയാണല്ലോ കേശു. യൂണിവേഴ്സിറ്റി റാങ്ക് ഒക്കെ കിട്ടിയ ശേഷം ചെക്കന്റെ റേഞ്ച് ഒക്കെ ഇങ്ങോട്ട് മാറിയിരിക്കണ്. അളിയൻ എന്തിനാണ് പറഞ്ഞു പറഞ്ഞ? ഫുഡ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന മറിച്ചെണ്ണ മോളാ. അമ്മായിയമ്മയുടെ പേര് മഞ്ജു എന്നാ. ആര് പറഞ്ഞേ? കടയാൻറ്റി പറഞ്ഞതാ. ചുമ്മാ അളിയാ ഓരോന്നും ആവശ്യമില്ല വിളിച്ചോ. നാളെ ഒന്നും മൈൻഡ് ചെയ്യൊന്നും വേണ്ട. പിന്നെ വിളിച്ചേണ്ട മോള് യാതൊരു വിലയില്ലാതിരുന്ന ചേട്ടനാ ഒരു റാങ്ക് കിട്ടിയപ്പോഴത്തേക്ക് കണ്ട ഇതാ പറയുന്നത്. ഇതാ പറയണത്, പറയടി ഇതാ പറയണത്. ബാക്കി പറഞ്ഞാലേ ശരിയാക്കും. ബാക്കി അളിയാ അളിയാ എന്റെ അമ്മായിയമ്മയായിട്ട് നമ്മുടെ അമ്മൂമ്മ ഫോണിൽ സംസാരിക്കണു. ഏച്ചി പോലെ എവിടുന്നു അമ്മായിമ്മ പോലും. നീ വന്നൊരു കാര്യം ചോദിക്കട്ടെ, എന്തൊരു നിനക്ക് ഈ മറിച്ചേട്ടനെ അറിയാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. കണ്ട എപ്പോഴോ കണ്ട ഒരു ഓർമ്മ. മറിച്ചേട്ടന്റെ മോളെ അറിയൂ? കണ്ടിട്ടുണ്ടോ? ഒരു തവണ അമ്പലത്തിൽ പോയപ്പോ കണ്ട ദൂരെ കൂട്ടി കണ്ടു. മോള് സുന്ദരിയാ? സുന്ദരിയാണെങ്കി എന്തല്ലെങ്കിൽ എന്തെന്തളിയാ? അല്ല ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ചിന്തിച്ചാലും 4 വർഷം ശേഷേ കല്യാണം ഉള്ളേ. ചുമ്മാ അവർ ചുമ്മാ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ കൂട്ടത്തിലെങ്ങാണ്ട് പറഞ്ഞത്? ആളെയും ചുമ്മാ ഇതൊക്കെ പിടിച്ചോണ്ട് വരാനായിട്ട്. എന്ത് അതുപോലെ കനകാന്റി പറഞ്ഞു, ഈ പെണ്ണേ അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള കൂട്ടത്തിലെയാ. ഇനി ഇപ്പൊ പടവലത്ത് പോയി അവിടത്തെ പറമ്പിൽ കിളച്ച ശേഷം ഭാര്യ വീട്ടിലെ പറമ്പിലും പോയി കിളയ്ക്കാം. ഫുള്ള് കിള തന്നെ കിള. ആഗ്രഹിച്ച പോലെ ഒരു കർഷകനായല്ലോ, എനിക്കത് മതി. ചേട്ടാ ഭാര്യ വീടാന്നും പറഞ്ഞ ഉഴപ്പല്ലേ? അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും. അളിയാ ഇനിയിപ്പൊ ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യയുടെ അച്ഛനോ അമ്മയോ ഒരു അടി തരികയാണെങ്കിൽ അങ്ങ് കൊള്ളുക. എന്നിട്ട് പട്ടിയെ പോലെ അവിടെ അടിമ പണിയെടുത്ത് അങ്ങ് കിളയ്ക്ക. അടിമയെ പോലെ ജീവിക്കാം. അടിമയെ പോലെ ജീവിക്കാം. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല അളിയാ. ഞാൻ ചൂടായി ചൂടായി. കനകം, എന്നമ്മാ ആ മഞ്ജു വിളിച്ചതിന് പുറവേ ഇപ്പൊ മധു വീണ്ടും വിളിച്ചു. അവന് ഓഫീസിൽ നിന്ന് തിരക്കിന്റെ ഇടയിലാന്നേ വിളിച്ചത്. ഓഫീസിലിരുന്ന് കൂപ്പിട്ടാരാ? ആ വിളിച്ചപ്പോഴോ ഭവാനി വല്യമ്മേന്ന് തികച്ചു വിളിക്കുന്നില്ല അവന്. അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പൊ ഇതൊന്ന് പറഞ്ഞുറപ്പിക്കണം. അപ്പൊ പിന്നെ ഞാൻ കേശുമോന്റെ യഥാർത്ഥ പ്രായമൊക്കെ അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിലും അവര് പറയുന്നത് പറഞ്ഞുറപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ എന്ന്. அம்மா இந்த பறஞ்சுறப்பிக்கலாம் பழைய ரீதி அம்மா. இப்பழத்த பிள்ளைங்க தானே, அவங்க மனசெல்லாம் எப்ப மாறுன்னு கடவுளுக்கு மட்டும்தான் தெரியும். അതാ ഞാൻ പറഞ്ഞേ മനസ്സ് മാറുന്നതിന് മുമ്പ് ഉറപ്പിച്ചു വെക്കാവുന്ന. അവരത്ര മോശം കുടുംബമൊന്നുമല്ല. നമ്മുടെ കുടുംബം പോലെ തന്നെ കേൾവികേട്ട കുടുംബമാ പാടൂർ ഇലംകുറിശി കുടുംബക്കാര്. டேய் மதுச்சேட்டா ஆபீஸ்ல இருந்து கூப்பிட்டாராம். ഞാൻ പോണം. മോനെ മോനെ നിന്നേ. അമ്മൂമ്മ പറയുന്ന കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലാവാത്തോണ്ടാ. എന്റെ പൊന്നമ്മൂമ്മ, എനിക്കിപ്പോ അതിനുള്ള പ്രായമായിട്ടില്ല. എനിക്ക് പഠിക്കണം. ഇനി MA പഠിക്കണം. MA മലയാളം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചേട്ടാ എത്ര കാലം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നേ? ആരും മിണ്ടാരടി. கேசு அம்மா உன்னோட நல்லதுக்கு தாண்டா சொல்றான். എന്തൊരറിഞ്ഞിട്ടാണ് കനകാന്റി പറയണത്? ഞാൻ അറിയാത്തന്നെ ഞാൻ ചോദിക്കുകയാണ്. മക്കളെ അമ്മൂമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ. മിനിമം ഒരു 5 വർഷമായാലും കഴിയാതെ ഇതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട. മതി മതി, 5 വർഷം കഴിഞ്ഞ് ആലോചിച്ചാ മതി. ഇപ്പം നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നു. ഒരു 2 വർഷം കഴിയുന്നതിന് ശേഷം നമ്മൾ നിശ്ചയമായിട്ട് നടത്തുന്നു. പിന്നെ മോന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി മോന്റെ സൗകര്യം അനുസരിച്ച് പതുക്കെ നടത്തിയാ മതി. ഞാൻ ഇവിടെ എന്നാലും ഞാൻ പറഞ്ഞു. ഈ കൊച്ചിനോട് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തേ? அதான் எனக்கும் புரிய மாட்டேங்குறதம்மா. അളിയാ ഇവിടെ ഇരിക്കുവായിരുന്നോ? അല്ല അകത്തിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ പൊന്നളിയാ. അപ്പോൾ തന്നെ അമ്മൂമ്മയുടെ മധുവിന്റെ മോളെ കൊണ്ട് വരൂല്ലേ?
ഓ അമ്മുമ്മയുടെ ഒക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുമ്മയ്ക്ക് നിന്നെ പറ്റിയുള്ള ആശങ്കയാടാ. അവർക്കൊക്കെ നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഈ അമ്മുമ്മയുടെ ആശങ്കയും പ്രതീക്ഷയൊക്കെ കാരണമേ വിട്ടുപോകുന്നത് നമ്മളെ പോലുള്ളവരാണ്. എന്തിനാണ് പറഞ്ഞു പറഞ്ഞത്? അല്ല, ഞാനിപ്പോ പുറത്തുനിന്ന് പെണ്ണ് കിട്ടി ഇങ്ങോട്ട് വന്നു കയറിയതാണല്ലോ. അതുപോലെ നീ ഒരാളെ കിട്ടിക്കൊണ്ട് വന്നിട്ട് ആ പെണ്ണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഓർത്ത് ആലോചിച്ച് പോയതാ. അയ്യോ ആളെയോ, നമ്മുടെ കുടുംബമേ അത്ര മോശം കുടുംബമൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിലോട്ട് വന്ന് കേറണമെങ്കിൽ പ്രത്യേകതര ഒരു ഭാഗ്യം ചെയ്യണം. അതെ അതെ. പിന്നെ നിന്റെ അമ്മായച്ഛൻ ഇവിടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാ വർക്ക് ചെയ്യുന്നത് അല്ലേ, കളമശ്ശേരിയില്? 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ, നിനക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. അതുപോലെ നിനക്കിനി ഭാവിയിൽ ജോലിയൊന്നും കിട്ടിയില്ല എങ്കിലും നിനക്ക് അമ്മായച്ഛനെ ശമ്പളം വെച്ച് ജീവിക്കാം. മാത്രമല്ല പെൺവീട്ടുകാർക്ക് സ്വത്ത് കിടക്കുമല്ലേ. അല്ലേ അളയോ, പെണ്ണ് വീട്ടിലെ സ്വത്ത് കൊണ്ടോണ്ട് പോയി കെട്ടുന്നതാണെന്നല്ലോ നമ്മള് കേട്ടോ. ഒന്നാമത് ഞാൻ ഡൗറിക്കെതിരാണ്. എടാ അത് പിന്നെ ഞാനും അങ്ങനെ തന്നെ അല്ലടാ. പിന്നെ നീ നാളെ കാലത്ത് ഒരു ഗതിയും പിടിച്ചില്ല എങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തരുമ്പോ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. എന്തിനാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഉറപ്പിക്കൂ? എടാ ഉറപ്പിക്കാതിരിക്കാൻ മാത്രം ഞാനൊരു കുറ്റവും കുറവ് ഈ ബന്ധത്തിൽ കാണുന്നില്ല. എന്നാലും ഞാനിതല്ല ആലോചിക്കുന്നേ, യൂണിവേഴ്സിറ്റി എക്സാമിന് 2nd റാങ്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് കല്യാണം ആലോചിച്ച് ഇങ്ങോട്ടൊക്കെ വരുമോ? നിനക്ക് ഇത്ര ഡിമാൻഡോടെ? ഞാൻ വെല്ല വിളിച്ചാൽ പറയാൻ കേട്ടല്ലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിന്റെ അമ്മായിയച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ഉപദേശം എനിക്ക് തരാനുണ്ട്. എന്തോന്ന്? നീ കാണിക്കുന്ന സ്ഥിരം പരിപാടി എനിക്ക് കാണിക്കാൻ നിൽക്കരുത്. എന്തോന്ന് സ്ഥിരം പരിപാടിന്ന്? ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ച, ആ പരിപാടി വേണ്ട. ഞാൻ ഇനി ഇവിടെ ഇരുന്നാ എല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോണു. എവിടെ പോകാ? ഞാൻ പോണു. എടാ കല്യാണം കഴിഞ്ഞിട്ടുള്ള മനോഹരമായ ദിവസങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ പാടാ. ഇല്ല, ഞാൻ പുറത്തു പോവാ. ആ ഹലോ മഞ്ജുമോളെ. ആ ഞാൻ കുറച്ചു മുമ്പേ മധുവിനെ വിളിച്ചായിരുന്നു. ആ ഫോൺ എടുത്തില്ല. ഓ ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നോ? ആ അല്ല, ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോഴേ രാത്രി വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. ആ അല്ല, പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബന്ധുക്കളാ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ മോളെ, അഥവാ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വന്ന് നിങ്ങളോട് പറയാൻ പാടുണ്ടോ? മോളിതൊന്നും വിശ്വസിക്കല്ലേ. തിരക്കാന്നോ? ആ എന്നാ കുഴപ്പമില്ല, സമയം പോലെ വിളിച്ചാൽ മതി. ഓ ആ ശരി എന്നാ. ആ എന്നാച്ചമ്മാ? ആ മധുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മധു ആണെങ്കിലോ ഇങ്ങോട്ടിട്ട് വിളിക്കുന്നുമില്ല. ഞാൻ പറയുന്ന ഒന്നും മഞ്ജു ഇട്ട് വിശ്വസിക്കുന്നുമില്ല. നമ്മളോട് വൈരാഗ്യമുള്ള ഏതോ ബന്ധുക്കളോട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു, അതുകൊണ്ടാണ് ആ ബന്ധു ചെന്ന് മധുവിനോട് പറഞ്ഞെന്നാ മധു പറയുന്നത്. അമ്മൂമ്മയും മാധവങ്ങളും കൂടെ സംസാരിച്ച കാര്യം ഏത് ബന്ധുവായിരിക്കും അവിടെ ചെന്ന് പറഞ്ഞത്? அது மட்டுமா இங்க பேசினது 2 வருஷம் முடிச்சு நம்ம என்கேஜ்மெண்ட் செய்யலாம் சொன்னது, அதுக்கப்புறம் அவங்க விருப்ப பிரகாரம் கல்யாணம் செய்யலாம் சொன்னது, இது எல்லாமே போய் சொல்லியிருக்காங்க. അമ്മൂമ്മ പറയാത്ത കാര്യങ്ങളല്ലേ കൂടുതലും ചെന്ന് പറഞ്ഞേക്കുന്നത്? അതേന്നേ. അമ്മൂമ്മ, ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയോട് പറയാറുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് എല്ലായിടത്തും പറയരുതെന്ന്. ഇങ്ങനെ ഇരിക്കും അല്ല, പറയാൻ പറ്റത്തില്ല. വേറെ ഒരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ ചിലപ്പോഴേ അവരിനി ഇങ്ങനെ ആലോചിച്ചപ്പോഴായിരിക്കും പെട്ടെന്ന് തോന്നിയത്, ഓ നമുക്ക് ഈ ബന്ധം ശരിയാവില്ലെന്ന്. അതുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു കള്ളമാണെങ്കിലോ ഇത് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാനേ. പോടാ, അങ്ങനൊന്നും വരാൻ വഴിയില്ല. അമ്മൂമ്മ, ഈ ആലോചനയുടെ കാര്യം അമ്മൂമ്മ ആരുടെ അടുത്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ കൊച്ചേ. പറഞ്ഞു കാണുമല്ല, പറ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും പിന്നെ പാഴൂര് സരളയോടൊന്ന് പറഞ്ഞായിരുന്നു. ആഹാ, അപ്പൊ പാഴൂര് പിറവം ഭാഗത്തെ കാര്യം പുള്ളിക്കാരി ഏറ്റു. അടുത്തത് പിന്നെ സിദ്ധുവിന്റെ അമ്മ വിളിച്ചപ്പോ സിദ്ധുവിന്റെ അമ്മയോടും ഒന്ന് പറഞ്ഞു. ആടാ, അപ്പൊ കുഴപ്പമുള്ള കാര്യം അമ്മ ഏറ്റ്. അടുത്തത് പിന്നെ ചോനർത്തല പറയാതിരിക്കാൻ പറ്റുമോ മോനെ? ചോനർത്തലയിലും പറഞ്ഞു. വാവു, കഴിഞ്ഞ? ഇല്ല ഇല്ല, ഉമേഷ് വിളിച്ചായിരുന്നു എന്നെ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തില് ഞാൻ ഈ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചു. ശുഭം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എറണാകുളം ഭാഗത്തുള്ള മൊത്തം ആൾക്കാരെ അറിയിച്ച് പോരാത്തിന് ചോനറത്തല വരെ അറിയിച്ചേക്കണ്. ഇനി എന്തൊരറിയിക്കും? എടാ, ഓഫീസിൽ ചെന്ന് പറഞ്ഞെന്നാ പറഞ്ഞത്. ഉമേഷ് ആവാൻ വഴിയില്ല. ഉമേഷ് ആണെങ്കിൽ ഉമേഷിനെ മധുവിന് അറിയാം.
അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ആരായിരിക്കും പറഞ്ഞ്? ആരാ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. കാരണം പറയാൻ പറ്റത്തില്ല, സത്യം ചെയ്തിട്ടുണ്ടെന്ന് പറയൂലെന്നാ. ആ. വെരി ഗുഡ്. പിന്നെ ഇപ്പൊ ആരായിരിക്കും പറഞ്ഞത്? പക്ഷെ അവൻ നല്ല ദേഷ്യത്തിലാ സംസാരിച്ചത്. അമ്മമ്മ, ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് അമ്മൂമ്മ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരാൾ പോയി പറഞ്ഞു കൊടുത്തത്. എന്താണ് അമ്മൂമ്മ പറഞ്ഞെന്നാണ് പറഞ്ഞു കൊടുത്തത്? എടാ, ഞാൻ പറഞ്ഞെന്ന്, അവൻ ഭയങ്കര പിശുക്കനാണ്, കൈക്കൂലി മേടിക്കുന്നവനാണ്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്, പിന്നെ വലിയ കുടുംബക്കാരനൊക്കെ ആണെങ്കിലും അതൊക്കെ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ, എമ്മടെ അമ്മൂമ്മ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്തേക്കണം അല്ലേ അമ്മൂമ്മ? അല്ല, ഇത്രയും ചെറിയ കള്ളം വരെ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണോ അമ്മൂമ്മ? വേണോ? அம்மா இது அப்படி விட முடியாதம்மா. நம்மளுக்கு தெரியணும் இது யாரு, எதுக்கு அங்க போய் சொன்னாங்கன்னு எல்லாம் தெரியணும். അത് തന്നെ അമ്മൂമ്മേ, മധുവങ്കളിനെ ഒന്ന് വിളിക്കും. വിളിക്കാല്ലേ? വിളിച്ചാ എടുക്കുമെന്ന് അറിയത്തില്ല. 3-4 തവണ വിളിച്ചല്ലേ ഞാൻ. നല്ലൊന്ന് വിളിച്ചു നോക്കാം. ആ മധുവേ, തിരക്കിലാന്നോ മോനെ? ആ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോനെ. മോനാണ് ഈ ബന്ധത്തിന് താല്പര്യം പറഞ്ഞത്. അല്ല, ഇപ്പൊ ഈ ഒഴിഞ്ഞു മാറുന്നതിന്റെ കാരണം? അല്ല, എന്തൊന്ന് കാര്യം പറ. അല്ല, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞെന്നൊന്ന് പറ. അല്ല, ഞാൻ പറയാത്ത കാര്യങ്ങളല്ലേ ഈ പറയുന്നത്. അതെന്താ പറയാൻ പറ്റാത്തെ? അല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ അങ്ങനെ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഒരു പിശുക്കനാണെന്ന് അവിടെ എല്ലാവർക്കും അറിയത്തില്ലയോ? എടാ, അത് ഞാൻ ഇപ്പോഴെങ്ങും പറഞ്ഞതല്ല, പണ്ടെങ്ങോ പറഞ്ഞ കാര്യമാണ്. ആ, അങ്ങനാണെങ്കിൽ അങ്ങനെ. ആ, അത് കൊള്ളാലോ. നീ കൂടുതൽ വർത്താനൊന്നും പറയല്ലേ. ഓ, ആ, ഞങ്ങൾക്ക് അതിനെക്കാട്ടി താല്പര്യമില്ല. നീ ഫോൺ വെച്ചിട്ട് പോയേ. ആഹാ, ഓ, ആ, നീ വെക്കും. എന്ത് പറഞ്ഞു അമ്മൂമ്മ? അമ്മൂമ്മ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമെല്ലാം പറഞ്ഞോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ടെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവാ. ആ, പണ്ട് അത്രയും പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പോയിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കി. അല്ലാതെ ഇതൊക്കെ അവരുടെ മനസ്സിൽ കിടപ്പുണ്ടാവും അമ്മൂമ്മ. അങ്ങനെ ഒരാളുടെ ബന്ധം നമുക്ക് വേണോ? ആർക്ക് വേണം അവരുമായിട്ടുള്ള ബന്ധം? എന്റെ പട്ടിക്ക് വേണം. അത്ര തന്നെ. എന്റെ കൊച്ചിനെ ഞാൻ കൊടുക്കത്തില്ല. പിശുക്കൻ, ആറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. டேய், இது கலங்கியாச்சா? ഏറെക്കുറെ കല്ലങ്ങി. உனக்கு அதுல வருத்தம் இருக்காடா? വറുത്തുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കല്യാണമൊക്കെ സ്വപ്നം കണ്ട് നിന്നതാ. பாவம். അളയോ, നമുക്ക് പടവലത്തോട് വിട്ടാലേ? കുറച്ച് ദിവസം അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ വേറെ കുറച്ച് പരിപാടി ആയി പോയിട്ട് അതങ്ങ് കട്ടായി പോയി. അതുകൊണ്ട് നാളെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാം. എന്താ പറയണ? പോവാ. പോകുമ്പോളേ നമ്മുടെ ആ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന, ഫുഡ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്ന മധുമാമന്റെ വീട്ടിലും കൂടെ ഒന്ന് കയറണം. ഒന്ന് കയറിയിട്ട് നീരുന്ന് സംസാരിക്കണം. അല്ലേ തന്നെ അങ്ങനെ സ്വഭാവം കണ്ടില്ല അളിയാ. ഇങ്ങോട്ട് വിളിച്ചിട്ടേ ബന്ധം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിയൂരിയതും പോരാ, നമ്മുടെ അമ്മൂമ്മയുടെ കുറ്റവും കൂടെ പറഞ്ഞേക്കണ്. എടാ, നീ അത് വിടറാ. ഒരു വഴിക്ക് ഒരു ആലോചന വന്നു, അത് വേറൊരു വഴിക്ക് അങ്ങ് പോയി. നീ അങ്ങനെ വിചാരിച്ചാൽ മതി. പോട്ടെ പോട്ടെ. അല്ലെ, അങ്ങനെ വിടാൻ പറ്റൂലെന്ന്. നമുക്ക് പ്രശ്നം ഉണ്ടാക്കണോ? അത് മാത്രമല്ല, ചെന്നിട്ട് അങ്ങനെ ഒരു വാണിയും കൊടുക്കണം. അതാകുമ്പോ പിന്നെ അങ്ങേര് കല്യാണം കളവാണം എന്ന് പറഞ്ഞിട്ട് വരൂല്ലല്ലേ. നിനക്ക് നിർബന്ധമാണെങ്കിൽ പോവാം. ആ, പറഞ്ഞ കേശോട്ടാ, ഓ, പാവ അമ്മൂമ്മ. കല്യാണക്കാരെയും വിളിച്ചു പറഞ്ഞ എല്ലാ ബന്ധുക്കളെയും വിളിച്ചോണ്ടിരിക്കും അമ്മൂമ്മ. ഇത് ക്യാൻസൽ ആയെന്ന് വിളിച്ചു പറയാനായിരിക്കും അല്ലേ? അല്ല കേട്ടാ, സത്യം എന്താന്ന് അറിഞ്ഞിട്ടേ അമ്മൂമ്മ അടങ്ങത്തുള്ളൂ. ഇതിപ്പോ കല്യാണം മുടങ്ങിയതല്ലേ പ്രശ്നം. മധുവങ്കളും അമ്മൂമ്മയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. അപ്പൊ അതങ്ങ് പൊളിഞ്ഞു. എന്നാലും ഈ കാലഘട്ടത്തില് കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ കല്യാണം മുടക്കുന്നത് ഏതെന്ന് അറിയാടാ? ആ, കാണും ഓരോരുത്തന്മാരിങ്ങനെ ഓരോ സ്ഥലത്ത്. പാവം പിടിച്ചമാരെ പോട്ട്.
ഈ അമ്മൂമ്മ കല്യാണക്കാര്യം പറഞ്ഞ ആരോ വേറെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞാണ്. ആ ആളായിരിക്കുവോ മധുവങ്കളുടെ അടുത്ത് പോയിട്ട് വേണ്ടാത്തൊക്കെ പറഞ്ഞത്? അളിയാ, നമ്മള് പാഴൂര് പോയിട്ട് മധുവങ്കൽ അല്ല കാണേണ്ടത്. സത്യം പറഞ്ഞ കല്യാണം മുടക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തവരെ തപ്പിയെടുത്ത് അവനിട്ട് 2 എണ്ണം പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു കാര്യം ചെയ്യാം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോയിട്ടേ സി ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യാം. അതിലെന്താണല്ലോ അവൻ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ച് നമുക്ക് അവനെ ട്രേസ് ചെയ്യാം. എന്താ മൂമ്മ, നീ എവിടാ? ഇവിടെ എന്നോടാ കളി അല്ലയോ? ഞാനേ മധുവിന്റെ ചേട്ടൻ സുദേവനെ വിളിച്ചു. സുദേവന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സുദേവൻ ഇവിടെ തിരുവാണിയൂരാണ് താമസിക്കുന്നത്. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ നേരെ മധുവിനെ വിളിച്ചു. നല്ലപോലെ ചൂടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം മധു എന്നെ വിളിച്ചു. മധുവിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി. മധുവിൻ്റെ അടുത്ത് കള്ളത്തരങ്ങൾ പറഞ്ഞ് കല്യാണം മുടക്കിയത് ആരാണെന്നും എന്നോട് പറഞ്ഞു. ആരാ? അത് പറഞ്ഞു വരുമ്പം നമ്മുടെ ഒരു ബന്ധുവാ, എന്നാ നമ്മുടെ ശത്രുവാ. ആരാ മുമ്മ പറ? പേരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പേരൊക്കെ മാറ്റിയായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. കള്ളത്തരമൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാനേ ഭയങ്കര വിദഗ്ധനായിട്ടുള്ള ഒരാളാണ്. ആരാണെങ്കിലും നമുക്ക് പൊക്കണളിയാ. ഞാൻ കണ്ടുപിടിച്ചു തരാം അമ്മൂമ്മ. വേണ്ട മക്കളെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഫോട്ടോയെ അയച്ചു തന്നിട്ടുണ്ട്. CCTV എങ്ങാണ്ട് കിട്ടിയതാണെന്ന്. അമ്മൂമ്മ, ഇത് നമ്മുടെ ബാസ്യങ്ങളല്ലേ? ഭാഷകൾ അവിടെ എത്തിയാ? അമ്മൂമ്മ മിക്കവാറും ഭാസ്യങ്ങളെ വിളിച്ച് കല്യാണക്കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഭാസ്യങ്ങൾ ഇത്രയും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയത്? അതെ മോനെ കേശു, ഭാസ്യെ കാര്യങ്ങളൊക്കെ സോപ്പിട്ട് പറഞ്ഞ് കല്യാണക്കാര്യം മുളയിലെ നുള്ളിപ്പിച്ചത് ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അയ്യോ അമ്മൂമ്മ, സത്യമായിട്ട് ഞാനല്ല. അതിന് നീയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പോവാ, എനിക്ക് കല്യാണം വേണ്ട. എടാ, അവിടെ ചെല്ലടാ.